വെച്ചിട്ടാ കണ്ടത്? ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസറു വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ. സൂറത്തുൽ നജ്മിൽ 5 മുതൽ 16 വരെ അങ്ങോട്ട് പഠിച്ചാൽ മതി. അമാനി മോനെ വിശദീകരിക്കേണ്ട അവിടെ. അപ്പൊ ഖുർആനിലും വന്ന പരാമർശം തന്നെയാണത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത്തരം വസ്തുതകൾ നിഷേധിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഹദീസ് നിഷേധമൊന്നുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞ എന്നാ പിന്നെ ഷിയാക്കളും ഹദീസ് നിഷേധികളല്ല, ഖവാരിജികളും ഹദീസ് നിഷേധികളല്ല. ഇനി കേട്ടോളൂ, ഖബർ ശിക്ഷ നേരത്തെ പറഞ്ഞല്ലോ. ഖബർ ശിക്ഷ കേട്ടോളി. ഖബറിലെ ശിക്ഷ ഖുർആന്റെ പ്രഖ്യാപിത സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ്. അത് പറഞ്ഞത് സീൻ അഹമ്മദ് മൗലവി. ഖബറിലെ ശിക്ഷ ഖുർആനെതിരാണ്. ഇനി ഖബർ ശിക്ഷയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു കേട്ടോളി. പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. വിശ്വാസ കാര്യങ്ങൾക്ക് ഹദീസ് സ്വഹീഹായാൽ പോലും ഇത്തരം ഹദീസുകൾ അടിസ്ഥാനമാക്കുവാൻ പാടില്ലെന്ന് സർവ്വ ഹദീസ് പണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറഞ്ഞാന്നറിയോ? ഖബർ ശിക്ഷയെക്കുറിച്ച് സലാസുല്ലമി പരിഭാഷ 2ാം വാള്യം 202 പേജ്. ഇനി സലാസുല്ലമി വീണ്ടും തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ കേവലം ഒരു ദർശനമാണിത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിലും ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഖബറിന്റെ സമീപത്തോട് നടന്നു പോകുമ്പോ അതിൽ ശിക്ഷ അനുഭവിക്കുന്നത് മോചിതത്തിലൂടെ റസൂൽ അറിഞ്ഞല്ലോ. എന്നിട്ട് 2 ചെടി നാട്ടി വെച്ചെന്ന് പറഞ്ഞ സംഭവം അതിനെക്കുറിച്ച് പറയാം. ഇതൊരു കേവലം ദർശനമാണിത്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബുഖാരി പരിഭാഷ. അപ്പൊ വിശ്വാസം ഉണ്ടോന്നല്ല നിങ്ങൾ മനസ്സിലാക്കി. ഇനി എന്താ പിന്നെ അഖീദയിലുള്ളത്? പിന്നെ പരലോകത്ത് വരുമ്പോൾ അവന്റെ ഗ്രന്ഥം കൈകളിൽ ലഭിക്കുന്ന സന്ദർഭത്തിലാണ് തന്റെ സീറ്റ് എവിടെയാണെന്ന് ഒരു മനുഷ്യന് ഉറപ്പായ സ്ഥാനം ലഭിക്കുക എന്ന് ഖുർആൻ പറയുന്നു. പിന്നെ എങ്ങനെയാ ഖബർ കടന്നിട്ട് നരകം സ്വർഗം കാണുകയെന്ന്? അതാ ചോദ്യം. ബുദ്ധിയാണ് അവിടെ, യുക്തിയാണ് അവിടെ. അപ്പൊ ഈ നിലയ്ക്ക് ഹദീസിനെ പച്ചയായി നിഷേധിക്കുന്ന എതിർക്കുന്നത്. ഞാൻ 1-2 കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു തരാം. പിന്നെ സിറാത്ത് നരകത്തിന് മുകളിലെ പാലമാണ്. ജിസുറുൻ ഫൗക ജഹന്നം. അതിനെ സംബന്ധിച്ച് പിന്നെ പറഞ്ഞു കേട്ടോളി. സിറാത്ത് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഒരുപാട് ഹദീസ് സിറാത്ത് വരുന്നുണ്ട്. ഒരു ഹദീസിൽ സിറാത്ത് ഇല്ല, അതിനെക്കുറിച്ച് പരാമർശമല്ല. അത് മാത്രം എടുത്തിട്ട് സുലഭി പറയാണ് സിറാത്ത് പാലം ഇല്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. ഉള്ളതൊന്നും കൊടുത്തിട്ടുമില്ല, അതിന്റെ വിശദീകരണവുമില്ല. അതൊന്നും. ഇനി അത് മാത്രമല്ല, ഈ സിറാത്ത് കഴിഞ്ഞാൽ പിന്നുള്ള മീസാൻ, അതിന് മുമ്പാണ് മീസാൻ, മനുഷ്യന്റെ കർമ്മം തൂക്കുന്ന മീസാൻ. അതൊക്കെ ഖുർആനിൽ വളരെ വ്യക്തമായ കാര്യമാണ്. എന്നാ സലാസുലി പറഞ്ഞു കേട്ടോ നിങ്ങൾ, പാലം എന്നതിന്റെ വിവക്ഷ വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. അത് വ്യാഖ്യാനിക്കണം നമ്മൾ. തുലാസി എന്നതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് പോലെ. അപ്പൊ ഇത് വ്യാഖ്യാനിക്കുക, അത് വ്യാഖ്യാനിക്കാം. സഹോദരന്മാർ, ഈ നിലക്ക് നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഇത് നിഷേധിക്കാത്ത ഒന്നുമില്ല. പിന്നെ എന്താ നമ്മൾ സംഘടന എന്ന് പറഞ്ഞാൽ KNM-നെ എതിർക്കലാണോ, അല്ലെങ്കിൽ ഞങ്ങൾ കുറെ ആളുകളുടെ പറയലാണോ? മരിക്കണ്ടേ നമുക്ക്? എവിടെ പോയി നമ്മുടെ വിശ്വാസം? എവിടെ പോയി നമ്മുടെ ആദർശം? എന്തിനാണ് നമ്മൾ വ്യക്തികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നത്? ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ള എവിടെ? പണ്ടേ നമ്മൾ എഴുതി പഠിപ്പിക്കുന്ന കാര്യമാണ്. ഖുറാഫികൾ നമ്മൾക്കെതിരിൽ പരിഹാസവാക്ക് ഉന്നയിക്കുന്ന കാര്യം. അള്ള എവിടെ? അലമനാറിൽ പണ്ടൊരു ലേഖനം വന്നു. മുസ്ലിയാക്കന്മാരെന്താ പറഞ്ഞത്? ബൽ അള്ളാനെ തെരഞ്ഞെടുക്കുകയാണ്. അത് നമ്മൾ അള്ള എവിടെ എന്ന് പറഞ്ഞ ഹദീസിലെ പദ അയിനല്ല, അത് പഠിപ്പിക്കുക. അള്ള ആകാശത്താണ്. മൻഫിസ്സമാവാണ്, ആകാശത്തുള്ളവരാണ്, അർശിനാണ്. എന്നാൽ ഇനി കേട്ടോളൂ, അള്ളാഹിനെ സംബന്ധിച്ച വിശ്വാസം എന്താ? സലാസുല്ലമിയുടെ ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹു ആകാശത്തിലാകുന്നു എന്ന് പറയുമ്പോൾ അവന്റെ സ്ഥലബന്ധത്തിന്റെ പരിമിതികൾക്ക് വിധേയമാക്കപ്പെടുകയും അതുവഴി അവൻ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇത് വ്യക്തമായും അള്ളാഹുവിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ അഖീദക്ക് കടകവിരുദ്ധമാകുന്നു. ശബാബ്, ഇസ്ലാമിന്റെ അഖീദക്ക് കടകവിരുദ്ധമാണ് അള്ളാഹ് ആകാശത്താന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി കേട്ടോളൂ. ചുരുക്കത്തിൽ ആകാശത്തുള്ളവൻ എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ അഖീദക്കും മനുഷ്യബുദ്ധിക്കും എതിരാകുമെന്ന് മനസ്സിലാക്കാം. ശബാബ്, ഈ നിലക്ക് വ്യക്തമായ ഹദീസ് നിഷേധം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടോ ഇനിയുള്ള ഹദീസ് വെച്ചുകൊണ്ട് ആരെങ്കിലും അമൽ ചെയ്താൽ അതിനെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, കളിയാക്കുന്ന, അതൊക്കെ ഹദീസ് നിഷേധികളുടെയൊക്കെ എല്ലാ കാലത്തുള്ള സ്വഭാവം. അപ്പോ 2002
2002 ഈ ഒരു അസുഖം കണ്ടു തുടങ്ങിയപ്പോഴാണ് നമ്മൾ അവരെ കുറച്ച് ആളുകളെ മാറ്റിയത്. ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്ത് കുറച്ച് ആളുകൾ തൽക്കാലം മാറ്റിവെച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും പാടെ പോവുക എന്നുണ്ട്, എല്ലാവരും ഒന്നിച്ച് പോവുകയും ചെയ്തു. അന്ന് നമ്മൾ സംഘടനയുടെ കൂടെ നിന്നു. എന്തുകൊണ്ട്? അന്ന് നമ്മൾ KNM-നോടൊപ്പം നിന്നു, KJU-നോടൊപ്പം നിന്നു. എന്തുകൊണ്ട്? മുജാഹിദ് സെന്റർ നമ്മളെ കയ്യിലായോണ്ടാ? അല്ല. സീലും ലെറ്റർപേഡൊക്കെ നമ്മളെ കയ്യിലായതുകൊണ്ടാ? അല്ല. മറിച്ച് അന്ന് ആദർശം നമ്മുടെ ഭാഗത്തായിരുന്നു, അന്ന് സത്യം നമ്മുടെ ഭാഗത്തായിരുന്നു, അന്ന് പ്രമാണം നമ്മുടെ ഭാഗത്തായിരുന്നു. ഇപ്പുറത്തോ ഈ പറഞ്ഞ നിഷേധങ്ങളും. ഇപ്പൊ ഞാൻ വായിച്ച 1-2 പണ്ട് എഴുതിയതാ, അതുകൊണ്ട് മനഹജിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു അതേ സമീപനം ഈ ഒരു 10 വർഷക്കാലമായി മടവൂരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ എന്തൊന്ന് നമ്മളെ പറഞ്ഞ് ആക്ഷേപിച്ചോ അതേ കാര്യത്തിലേക്ക് നമ്മുടെ ആളുകൾ അങ്ങോട്ട് മടങ്ങിപ്പോയി. സമ്മേളനം വന്നാൽ, സാൽവേഷൻ വന്നാൽ, ക്യാമ്പയിനുകൾ വന്നാൽ അവിടൊക്കെ കാണൊരു CD, ജിന്നും സീറും, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, ലേഖനങ്ങളായിക്കൊണ്ട്, ചെറിയ ചെറിയ നോട്ടീസുകളായിക്കൊണ്ട്, പുസ്തകങ്ങളായിക്കൊണ്ട് ഇതിങ്ങനെ വരാൻ തുടങ്ങി. 10 കൊല്ലം നമ്മൾ ആദ്യം 1-2 കൊല്ലൊക്കെ മറുപടിയാണ്. പിന്നെ വേറെന്താ കാട്ടിച്ചുണ്ടോ? CD ഡോക്യുമെന്ററികളാക്കിയിട്ട് അങ്ങാടി പ്രദർശിപ്പിക്കാൻ തുടങ്ങി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 2004 ആയപ്പോൾ ആൾക്കാർ ചോദിച്ചു, അല്ല ചങ്ങായിമാരെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓല് ഇത് എന്നോ വിട്ട് നിങ്ങളിപ്പോൾ ഈ ജിന്നു സീറ് പറഞ്ഞ് ഇതേറ്റ് ഇങ്ങനെ ആരോപിച്ച് നടക്കാണോ എന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ കാണാൻ ചില സ്ഥലത്ത് വയലിങ്ങനെ കേൾക്കാം, ആളെ കാണൂല. ഈ കിണറ്റില് പിന്നെ വെടിമേര് വെച്ച് വെടിയെന്ന് പറഞ്ഞിട്ട് ആളാണ് ഓടലാണ്. മാറി ഇത് CD ഓണാക്കിയിട്ട് പിന്നെ അവർക്ക് മാറിക്കലാണ്. ആരെ വെച്ചൊന്നും കൂടി അറിയരുത്. ആ നിലക്ക് ജിന്നും സീറും പറഞ്ഞു തരുന്നവര് അന്ധവിശ്വാസത്തിലേക്ക് പോയി, അനാചാരത്തിലേക്ക് പോയി, ഇതാ തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 2012 വരെ ഈ പണി അവർ തുടർന്നുകൊണ്ടേയിരുന്നു. 2012 ആയപ്പോൾ നമ്മൾ ആൾക്കാർ നേരത്തെ പറഞ്ഞില്ലേ അന്ന് പോകേണ്ട പലരും ഇവിടെ ഉണ്ടായിരുന്നു എന്ന്, അവരൊക്കെ ഇങ്ങനെ പൊന്താൻ തുടങ്ങി, അവരൊക്കെ പൊട്ടിമുളക്കാൻ തുടങ്ങി. മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടാൽ കിടക്കൂല, അപ്പുറത്തേക്ക് തന്നെ അവന് പോണം. ഇതിന് ബഹുമാനനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ മേച്ച ആരോപണം വരും. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു സദസ്സിൽ കുറെ രാജാക്കന്മാരെ ഭക്ഷണത്തിനും കാര്യത്തിനെ ക്ഷണിച്ചു. ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോ രാജാക്കന്മാരൊക്കെ സുഭിക്ഷമായ ഭക്ഷണം. ഒരു രാജാവിന്റെ കൂടെ ഒരു നായും വന്നു. ഒരു രാജാവിന്റെ കൂടെ അദ്ദേഹത്തിന് നായ. അപ്പൊ രാജാക്കന്മാർക്ക് ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടി നല്ല സീറ്റും കസേരയും സൗകര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ വിശ്രമിക്കാൻ ഇരുത്തിയപ്പോ നായ്ക്ക് കൊടുത്തൊരു കസാല. ഞാൻ ഓലെ കൂടെ വന്നതല്ലേ, ഇരുന്നോട്ടേന്ന് എഴുതിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് കുറെ കഴിഞ്ഞപ്പോ അപ്പുറത്ത് ഭയങ്കര കൊര കേൾക്കാൻ. ഞാൻ ഇവിടുന്ന് കഴിച്ച ഭക്ഷണത്തിന് എച്ചിൽ അവിടെ കൊണ്ടുപോയിട്ടതാ. അവിടെ കൊണ്ടുപോയിട്ട് അപ്പൊ അവിടെ കുറെ പിന്നെ ഈ ജച്ചിലെ പട്ടികളും പിന്നെ നായ്ക്കളൊക്കെ പറഞ്ഞു അവിടെ കടിപിടി കൂടാ. ആ കൊര കേട്ടപ്പോ ഈ കസേലയിൽ ഇരിക്കണം നായ ഒരൊറ്റ ചാട്ടപ്പുറത്ത്. കാരണം ഓരോരുത്തരും വർഗ സ്വഭാവം ഉണ്ടാവും, അത് അവിടെ കണ്ടവർ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ചാടി അപ്പുറത്തേക്ക്. അപ്പൊ പിടിച്ചു വെച്ചാലും നിൽക്കാൻ കഴിയാത്ത ചിലരുണ്ടാവും. ആ നിലക്ക് നമ്മുടെ സംഘടനയിൽ നിന്ന് അപ്പുറത്തേക്ക് മാറണമെന്ന് വ്യക്തമായ താല്പര്യമുള്ള ആളുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു വിഷയമൊന്നുമല്ല. കാരണം ഈ KNM 2002 2012 എന്ന നിലക്കൊന്നും പറച്ചോന്റെ വിചാരണ പരലോകത്തില്ല. ചില വംതാസുല്യവും അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ മാറി നിൽക്കുന്ന പറയുള്ളൂ. അദ്രാമാസലി പുറത്തേക്കൊരു മാറി നിൽക്കുന്ന അങ്ങനെയും പറയൂല. അതുകൊണ്ട് നമുക്ക് ആ ജാതി ബേജാറിന്റെ ആവശ്യമില്ല. പക്ഷേ മടവൂരി സഹോദരന്മാർ എന്തെല്ലാം ഹദീസ് നിഷേധവും പരിഹാസവും കാര്യങ്ങളുമായ രംഗത്ത് വന്നോ അതൊക്കെ നമ്മുടെ സംഘടനക്കകത്തും വന്നു. അവർ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ രണ്ടും ഒന്നായി ചേർന്നു. പിന്നെ എന്തിന് നമ്മൾ മാറ്റിവെച്ചു? എന്തിന് പള്ളികളിലും മദ്രസകളിലും പ്രശ്നങ്ങളുണ്ടായി? അവർ കളിയാക്കിയതുപോലെ, അവർ പരിഹസിച്ച പോലെ അവർ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് 2012 ശേഷം നമ്മുടെ വിചിന്തനങ്ങളും എല്ലാം കൂടി വായിക്കാറുണ്ട്. അതൊക്കെ അതിനുശേഷം വന്ന മാറ്റങ്ങളാണ്. ഇത് മുഴുവൻ ഇവിടെ വായിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അതിൽ 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായത് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു തരാം. ഇത് ഒന്ന്, ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ വിചിന്തന. ഇന്നലെ മാഞ്ഞാലിയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ അവിടെ വിശദീകരിച്ചു. എന്താ അറിയോ? ജിന്നുബാധ സത്യമാണ്, അതൊരു അന്ധവിശ്വാസമല്ല. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഖുർആൻ പറഞ്ഞു അല്ലാഹു പലിശ തിന്നിരുന്ന ആളുകൾ ജിന്നുബാധ ഏറ്റവനെ പോലെയാണ് പരലോകത്ത് എണീറ്റ് വരിക. ഖുർആൻ സത്യമാണത്. നമ്മൾ എന്തിനാണ് നിഷേധിക്കുന്നത്?
ഹദീസിലും വന്നു ഒരുപാട് സംഭവങ്ങൾ. അതിനെ 2002 മുതൽ 12 വരെ മടവൂരി സഹോദരന്മാർ നിഷേധിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഇത് വിചിന്തനം പിന്നെ മെയ് 10 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ച ഇറങ്ങിയത് കേട്ടോളി. ജിന്നുബാധ ഉൾപ്പെടെ കേരളീയ സമൂഹം പുറംതള്ളിയ വികലവാദങ്ങളെ മുസ്ലിം സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കടപ്പുറത്ത് ഒത്തുകൂടിയ ജനലക്ഷങ്ങൾ ആവർത്തിച്ചു. അപ്പൊ കടപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച പോയത് എന്തിനാ? ഖുർആനിൽ പറഞ്ഞ ജിന്നുബാധ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയാൻ, ഹദീസിൽ സ്ഥിരപ്പെട്ട ജിന്നുബാധ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയാൻ. KM മൗലവി ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കൂല, അമാനി മൗലവി ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കൂല, ഉസ്മാൻ സാഹിബ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങൾ അതിനൊക്കെ തള്ളും. എന്നാലോ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലോ ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് അംഗീകരിക്കും. മുൻഗാമികൾ പഠിപ്പിച്ചു അതേപോലെ അംഗീകരിക്കും. അമാനി മൗലയും ഉസ്മാൻ ഡോക്ടറും അതേപോലെ ഉമർ മൗലയും നേതാക്കന്മാരൊക്കെ പഠിപ്പിച്ചൊക്കെ അംഗീകരിക്കും. ഞങ്ങൾ പുറത്താണ്. ഇതാണ് ഇപ്പൊ സംഘടന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ബാക്കി മനസ്സിലാക്കിയാൽ മതി. എവിടേക്കാണ് പോകുന്നത് വ്യക്തമായ ഇത് ഒരു ജിന്നോ സിഹറോ അല്ല സുഹൃത്തുക്കൾ ഇവിടെ വിഷയം. അതൊരു പുകമറ മാത്രമാണ്. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഹദീസിൽ വരുന്ന വിഷയങ്ങളെ സ്വീകരിക്കുവാനുള്ള മനസ്സില്ലാത്ത ഒരു തരം യുക്തിവാദത്തിന്റെ ബുദ്ധിയുമായി ദീനിനെ ബന്ധപ്പെടുത്തുന്ന പ്രമാണങ്ങളെ ബന്ധപ്പെടുത്തുന്ന അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഹദീസിൽ വന്ന വിഷയങ്ങളെ പച്ചയായിട്ട് പരിഹസിക്കുന്ന കളിയാക്കുന്ന ഒരു അവസ്ഥ കൂടി വന്നുകൊണ്ടിരിക്കാം. ഞാൻ ഈ ഹദീസ് വിഷയത്തിന്റെ കോലം പഠിപ്പിച്ചു തരാൻ 1-2 ഉദാഹരണങ്ങൾ വായിച്ചു തരാം. ഇത് ജിന്ന് വിവാദം വസ്തുത എന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമ്മേളനത്തിൽ ഇറങ്ങിയതാ. സംഘടനയിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അതൊക്കെ തന്നെ സംഭവിച്ചത്. ജിന്ന് വിവാദം വസ്തുത എന്ത് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം നമ്മുടെ ഈ കടപ്പുറ സമ്മേളനം ഇപ്പോഴല്ല, കഴിഞ്ഞ നൂറ്റാണ്ട് ആഘോഷിച്ചല്ലോ, അപ്പറങ്ങിയ പുസ്തകം. അത് കേട്ടോളൂ. ഇവിടെ എല്ലാ നബിവചനങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശദീകരിക്കുന്നത് സമുദായത്തെ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കലാകും എന്നതിൽ സംശയമില്ല. അപ്പൊ ഹദീസുകളൊക്കെ സഹിയാന്ന് കരുതിയിട്ട് വിശദീകരിക്കാൻ നിൽക്കരുത്, മുണ്ടാണ്ടിരുന്നോളി. എന്താ അതിന്റെ അർത്ഥം? ഒരു ഹദീസ് സഹിയാണെങ്കിൽ സുഹൃത്തെ പിന്നത് അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്തതും എനിക്കിഷ്ടമില്ലാത്തതും ഞാൻ ഇഷ്ടപ്പെടാത്തതും എന്നല്ല. ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത വിശ്വാസങ്ങൾ അന്ധവിശ്വാസം. അള്ള ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞത് അന്ധവിശ്വാസമല്ല, അത് ഉള്ള വിശ്വാസമാണ്. അത് മനസ്സിലാക്കാനുള്ള മനഹജിത് മാറിയ പിന്നെ അത് മനസ്സിലാവൂല. അപ്പൊ എന്താ അവിടെ പറഞ്ഞതറിയോ? എല്ലാ നബിവചനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ വിശദീകരിക്കുന്നത് അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കലാകും. അപ്പൊ ജിന്നുബാധ ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൽ ക്ഷണിക്കുകയാണ്, അതുണ്ടെന്ന് പറയണ്ട. ഹദീസ് അവിടെ എടുത്തോളി, മുന്തിയ പുറത്താവും. ഇതാ സമീപനം. ഇതിന്റെ ഈ രോഗത്തിന്റെ പേരെന്താ? മടവൂരികൾ ചെയ്താൽ തെറ്റും നമ്മൾ ചെയ്താൽ തെറ്റല്ല. എവിടുന്ന് കിട്ടിയ നീതി? നീതിയല്ല. ഇനി കേട്ടോളൂ, ഈ പുസ്തകത്തിൽ വീണ്ടും എഴുതുന്നുണ്ട്. ഒന്നുകൂടി വായിച്ചേൽപ്പിച്ചാൽ വായിക്കാതെ കുറെ വായിക്കാണ്ട്. ഒന്ന്, പിശാചിന്റെ ദുഷ്പ്രേരണയ്ക്കെതിരെ അള്ളാഹുവിൽ ശരണം തേടാൻ കൽപ്പിക്കുമ്പോഴും പിശാചുണ്ടാക്കുമെന്ന് പറയുന്ന ശാരീരിക രോഗങ്ങൾക്ക് ഖുർആൻ പരിഹാരം നിർദ്ദേശിക്കാതിരുന്നത് ജിന്ന് പിശാചുക്കൾക്ക് അതിന് കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണല്ലോ. എന്ന് പറഞ്ഞാൽ ജിന്നുബാധ ഉണ്ടായാൽ, സിഹിർബാധ ഉണ്ടായാൽ പരിഹാരം ഖുർആനിൽ വരാത്തത് അങ്ങനെ രോഗം ഉണ്ടാവുകയില്ല എന്നുള്ളതിന് തെളിവല്ലേ എന്നാ. അപ്പൊ ഹദീസിൽ വന്നതോ അത് പറ്റൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലാ ഉൽഫിയന്ന അഹദകും മുത്തഖിഅൻ അലാ അരീകതിഹി യഅതിഹിൽ അംറു മിൻ അംരി മിമ്മാ അമർതു ബിഹി ഔ നഹൈതു അൻഹു. ഞാൻ കൽപ്പിച്ചത്, ഞാൻ നിരോധിച്ചത് ഹദീസിലൂടെ കിട്ടുമ്പോ അതിനെ എതിർത്തുകൊണ്ട് ലാ നദിരി മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഅനാഹു, ഖുർആനിൽ കണ്ടത് സ്വീകരിക്കും എന്ന് പറയുന്ന ആളുകൾ രംഗത്ത് വരും. ഇത് രോഗം തന്നെയാ. അപ്പൊ ഖുർആനിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അംഗീകരിക്കാതിരിക്കണം എന്നാ ഹദീസിൽ വന്ന് എന്താ ചെയ്യേണ്ടത്? ഇനി ഖുർആനിൽ ഇല്ലേ പരിഹാരം? ഉണ്ട്. ജിന്നുബാധയും പ്രശ്നമുള്ള ആളുകൾക്ക് സ്വഹാബികൾ സൂറത്തുൽ ഫാത്തിഹയല്ലേ ഓതിയത്? പരിഹാരമല്ലേ അത്? അത് മറച്ചു വെക്കുകയാണോ? അത് യൂതന്മാരുടെ സ്വഭാവം ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്രയും അപകടങ്ങൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. റുഖിയ ശർഇയ്യ എന്ന് പറയുന്നത് വസ്തുതയാണ്. അത് ജിന്നടിച്ചിറക്കലും അല്ലെങ്കിൽ പിന്നെ ഇവിടെ ക്ലിനിക്കോടെങ്കിലും ഒന്നല്ല. ഈ സൂറത്തുകളും ആയത്തുകളും ഹദീസിലുള്ള മന്ത്രങ്ങളും ഊതിക്കൊടുക്കലും മാത്രം, അതിനെ റുഖിയ ശർഇയ്യ. എന്നാൽ അബ്ദുറഹ്മാൻ ഇരുവേറ്റി ഒരു കൊല്ലത്തേക്ക് സസ്പെൻഷനുള്ള ആളുണ്ടല്ലോ, ഇവര് പറഞ്ഞ എന്താ? കഴിഞ്ഞ മാസം ശബാബില് റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന പുതിയൊരു സാധനം നൂലിൽ കെട്ടിയതായി ഇറക്കിയിരിക്കുന്നു ആകാശത്തുനിന്ന്.
അതിലൊരു സത്യമുണ്ട്. എന്താ വെച്ചോ, ആകാശത്ത് നിന്ന് ഇറക്കിയെന്നുള്ളത് സത്യമാണ്. കാരണം വഹ്യ. നൂലിൽ വന്നു എന്നുള്ളതും തെറ്റാണ്, പുതിയതാന്നുള്ളത് തെറ്റാ. അത് പിന്നെ പോസ്റ്റ്മാന്റെ ജോലി മാത്രം എടുക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. സംഘടനയുടെ ഇപ്പോഴത്തെ വലിയ പ്രശ്നം അതാ. ഹിന്ദി പഠിപ്പിച്ചോളും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അഖീദ കിതാബുകളിലൂടെ മനഹജിലൂടെ പഠിക്കണം. ഇപ്പൊ ഭൗതികം അഭൗതികം കൊണ്ട് കടന്നു ഉരുളുക. ബഹുമാനനായ ഇ കെ എം പന്നൂർ സാഹിബ് ജിന്ന് അഭൗതികമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെല്ലാം കസർത്തുകളാണെന്നറിയോ? സമയമല്ല ഇവിടെ വിശദീകരിക്കാൻ. അവസാനം അദ്ദേഹം പറഞ്ഞത് സുലൈമാൻ നബിക്ക് അത് മുഅ്ജിസത്തായത് അഭൗതികമായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എങ്ങനെ അത് മുഅ്ജിസത്താകുക? ഒരു വസ്തു അഭൗതികമാകുമ്പോഴല്ലേ മുഅ്ജിസത്താകുന്നത്? അല്ല, അതിൽ മനഹജും അഖീദത്തും ശരിക്കും പഠിക്കണം. ഇവിടെ നേരത്തെ പിന്നെ മുഅ്ജിസത്ത് നിശ്ചയിച്ചു എന്നുള്ള അപരാധം പറഞ്ഞ പോലെ ഒരു സംഗതി പിന്നെ മുഅ്ജിസത്താകുന്നത് അഭൗതികമാകുമ്പോഴല്ല, അള്ളാഹ് അതിനെ മുഅ്ജിസത്താക്കുമ്പോൾ മുഅ്ജിസത്ത് അത് എന്തുമാകാം. കല്ല് റസൂൽ സലാം പറഞ്ഞിട്ടുണ്ട്. മരം മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ കല്ല് അഭൗതിക, മരം അഭൗതിക. വിരലിനിടയിലൂടെ വെള്ളം വന്നിട്ടുണ്ട്, വിരൽ അഭൗതിക, വെള്ളം അഭൗതിക. ഇതൊന്നും അഭൗതികത്തിന് കാരണമല്ല. അള്ളാഹ് ഒരു കാര്യം മുഅ്ജിസത്താക്കിയാൽ മുഅ്ജിസത്ത്. എത്ര വിചിന്തനന്റെ കയ്യിലുണ്ട്, എത്ര സ്ഥലത്താണ് ആവർത്തിച്ചിരിക്കാൻ വലിയൊരു എഴുതിക്കണമെന്നറിയോ? അത് അഭൗതികമായത് കൊണ്ട് തന്നെയല്ലേ അത് മുഅ്ജിസത്തായത്? അല്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അറിയുന്ന ആളുകൾ എഴുതട്ടെ വിചിന്തനത്തില്, പക്ഷെ പറ്റൂലല്ലോ. അള്ളാഹിനെ കുറിച്ച് ഞാൻ ഉലൂഹിയത്ത് റുബൂബിയത്ത് 6 ലേഖനം തീർന്നു. പിന്നെ 7ാമത്തെ ലേഖനം അസ്മാഉ സിഫാത്ത് 4 ലേഖനമുണ്ട്. അപ്പോഴത്തെ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നു. എനിക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് തന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ആ വിവരം ഇവിടെ ഔദ്യോഗികമായിട്ട് കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി അസ്മാഉ സിഫാത്ത് നിന്നു. ഞാൻ സംഘടനയിൽ നിന്ന് പോകുന്ന എന്തിനാ അസ്മാഉ സിഫാത്ത് നിർത്തുന്നത്? നിങ്ങൾ പുറത്താകുന്നതിന് മുമ്പ് എഴുതിച്ചതാണ്. അപ്പൊ വിശ്വാസക്ക് പഴച്ചിടൊന്നുമില്ല. അപ്പൊ വ്യക്തികൾ അത് മാത്രം അപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഹദീസ് നിഷേധത്തിന്റെ പച്ചയായ രൂപം. ഇനി അതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റസ്റ്റ് ഉദാഹരണങ്ങൾ തരാം. അതൊക്കെ പഴയതാണ്, ഇപ്പൊ തൗബ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. ഈ കഴിഞ്ഞ ഇവിടെ കടപ്പുറത്ത് 28-ാം തീയതി കൂടിയ യോഗം, ആ യോഗത്തിന് വിതരണം ചെയ്ത അത് വിചിന്തനത്തിൽ ഒരുപാട് തവണ എഴുതിയിട്ട് പിന്നെ ബുക്കാക്കിയതാ. കേട്ടോളി, പിശാച് ദുർമന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെ ബാധിക്കുകയില്ലെന്നും ഖുർആൻ തന്നെ വ്യക്തമാക്കിയതുമാണ്. അതൊരു കളവാട്ടോ. യഥാർത്ഥ ദാസന്മാരെ ബാധിക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പിശാച് ബാധ ഉണ്ടാവൂലെന്നോ ജിന്നുബാധ ഉണ്ടാവൂലെന്നോ അല്ല. നേരെ മറിച്ച് അതിലൂടെ മനുഷ്യനെ വഴിപഴപ്പിക്കാൻ ശൈത്താന് കഴിയില്ല. ഇന്ന ഇബാദി ലൈസ അലൈഹിം ബിസുൽത്താൻ, എന്റെ അടിമകളിൽ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ അവനിൽ രോഗം ഉണ്ടാക്കൂല എന്നല്ല. അത് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. പ്രവാചകന് പോലും സിഹ്ർ ബാധിച്ചത് ഹദീസിൽ വന്നു. സ്വഹാബികളുടെ സംഭവങ്ങൾ ഹദീസിൽ കാണാം. അത് പിശാചി അവിടെ ബാധിക്കൂല എന്നാ പറയുന്ന അർത്ഥം എന്താണെന്ന് വെച്ചാല് അതിലൂടെ പിശാചിന് വഴിപഴപ്പിക്കാൻ കഴിയില്ല എന്നാണ്, അല്ലാതെ ബാധിക്കൂല എന്ന അർത്ഥത്തിലല്ല. ഇനി അർത്ഥം വരുന്നത് അറിയോ? ആ നിലക്ക് പ്രസ്തുത കൂട്ടുകാരനെ കരുതി ഇരിക്കണമെന്നല്ലാതെ അവനെ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അവൻ നമ്മെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന വേവലാതെയും നമുക്കാർക്കും വേണ്ടതില്ല. ശാരീരികമായിട്ട് ജിന്ന് ബാധിക്കുമെന്നോ പ്രയാസമുണ്ടാക്കുമെന്നോ ഉള്ള വേവലാതിയോ ഭയമോ നമുക്ക് വേണ്ടതില്ല. എന്നാൽ ടി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി, അതോടൊപ്പം ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി, ഹനീഫ് കായക്കൊടി, ഷമീർ മദീനി, ശംസുദ്ദീൻ ബാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി ഇവരൊക്കെ എഴുതി ഒപ്പിട്ട ബുക്കിലോ ജിന്നുബാധ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതോ അത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതല്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഖുർആൻ ഇത് ഖുർആനെതിരായോ ഈ തീരുമാനം? ഒപ്പിട്ട ആള് ഒന്ന് ധരിക്കണം. പിന്നെ ഒന്ന് അബ്ദുറഹ്മാൻ സലഫിയ. ഇനിയിപ്പോ നമ്മള് അയ്യപ്പനൊപ്പം എന്ന് പറയണോ? നമ്മൾ പറയില്ല. ഇത് ഒപ്പിട്ടിറങ്ങിയത് അംഗീകരിച്ചതാണ് ഇങ്ങനെ ഉണ്ടെന്ന്. ഇപ്പൊ എഴുതാൻ തുടങ്ങിയത് അങ്ങനെയൊന്നും ഇല്ല. ഇതാ ഈ ആഴ്ച കഴിഞ്ഞ ഇതില് പിന്നെ സമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ഇറങ്ങിയ ഇതിന്റെ പേരിൽ ഹദീസ് നിഷേധം എന്നല്ലെങ്കിൽ പിന്നെ എന്താ? ഞാൻ പറഞ്ഞു നിഷേധം എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്ന് പറയലല്ല, ഹദീസുകളോട് ഈ നിലക്കുള്ള സമീപനം സ്വീകരിക്കലും എന്ന് മാത്രമല്ല. ഈ പുസ്തകത്തിൽ ഒന്നുകൂടി കേട്ടോളി. വീട്ടിൽ കടന്നാൽ ജിന്ന് കളിയാക്കണേ. വീട്ടിൽ കടന്നാൽ ജിന്ന്, അടുക്കളയിലും ജിന്ന്, ബെഡ്റൂമിൽ കടന്നാലോ അവിടെയും ജിന്ന്. ശരിയെന്നല്ലതൊക്കെ. വീട്ടിൽ കടക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം, ജിന്ന് പിശാച് മാറിപ്പോകും. അത് നമ്മൾ ഹദീസിൽ പറഞ്ഞു, ബൽക്കത് ഇഷ്ടമല്ല. ബെഡ്റൂമിലും ജിന്ന്, ശരിയാണ്. ബിസ്മില്ലാ, എന്താണ് ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പ്രാർത്ഥന ഉണ്ടല്ലോ,
പിന്നെ ജന്നിബിന ശൈത്താന മിമ്മ റസഖ്ന എന്ന് പറയുന്ന അവസാനിക്കുന്ന പ്രാർത്ഥന. അവിടെ ജിന്ന് പിശാചിന്റെ പ്രവർത്തനം ഉണ്ടാകുകൊണ്ട് തന്നെയാ. അടുക്കളയിലും ജിന്ന്. ശരിയാണ്, ഭക്ഷണം കഴിക്കും ബിസ്മില്ലാ എന്ന് പറഞ്ഞ ശൈത്താനോട് പോകുന്ന റസൂലല്ലേ പറഞ്ഞത്. അതിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവസാനം എന്താ പറഞ്ഞറിയോ? സന്ധ്യ മയങ്ങുന്നതോടുകൂടി സ്ത്രീകൾക്കും മറ്റും പുറത്തിറങ്ങാൻ പേടി. എവിടെ നോക്കിയാലും ജിന്ന് തന്നെ ജിന്ന്. ഇവല്ല അജണ്ട ജിന്ന് തന്നെ ജിന്ന്. ഇപ്പൊ ഉറന്നില്ല. ഇതെന്നെ ഇപ്പൊ പറ്റി നടക്കും. ഇതും റസൂൽ പറഞ്ഞത് വൈകുന്നേരമായാൽ വീട് വാതിൽ അടച്ചിടണം. നിങ്ങൾ മൃഗങ്ങളെ പിടിച്ചു വെക്കണം, കുട്ടികളെ പിടിച്ചു വെക്കണം. കാരണം പിശാചുകൾ വ്യാപിക്കുന്ന സമയമാണ്. വേറെ ചില ഹദീസുകളിൽ രാത്രിയുടെ ചാരം നിറം അങ്ങോട്ട് ആകുന്നത് വരെ നിങ്ങൾ മഗ്രിബ് മുതൽ കുട്ടികളെ പുറത്തു വിടരുത്, വാതിൽ അടച്ചു വെക്കണം. ഇതൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ കളിയാക്കുക. എന്തായി കളിയാക്കലിന്റെ അർത്ഥം? അല്ലാഹു റസൂലും പഠിപ്പിച്ചൊരു കാര്യത്തെ കളിയാക്കുകയോ പരിഹസിക്കുകയോ? അപ്പൊ സഹോദരന്മാരെ, വ്യക്തമായ ഹദീസ് നിഷേധം നടന്നുകൊണ്ടിരിക്കുക. ഈ ഹദീസ് നിഷേധം രംഗത്ത് വരാൻ പാടില്ല. അതിനിപ്പോ എന്താ പരിഹാരമുള്ളത്? എന്താ പരിഹാരം? ഞങ്ങൾ ഹദീസിനെ നിഷേധിക്കുന്നത് ഒഴിവാക്കുന്നു, അതിനെ കളിയാക്കുന്നു പറഞ്ഞാൽ മുജാഹിദീങ്ങളെ പിടിച്ചാൽ കിട്ടൂല. അതിന് അവസാനം കണ്ട ഒരു ഒറ്റമൂലിയായിരുന്നു മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ ഇതാ ജിന്നുകളെ ആരാധിക്കാൻ തുടങ്ങുന്നു, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു എന്നുള്ള ആ ഒരു ആരോപണവുമായി രംഗത്ത് വന്നു. സഹോദരന്മാരെ, നമുക്ക് ആർക്കും അങ്ങനെ വിശ്വാസമില്ല. വിശ്വാസമില്ല, വാദമില്ല, ഇല്ല ഇല്ല ഇല്ല. നമ്മൾ എത്ര തവണ വേണമെങ്കിൽ ആവർത്തിച്ചു പറയും. ഇന്നും ഈ കളവ്, ഈ ആരോപണം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അറിയാം കേട്ടോ. ഞാൻ ഇത് വെറുതെ പതുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇതൊക്കെ തന്നെ സംഘടന പ്രശ്നങ്ങൾ. ഒന്ന്, കളവ് പറയുന്ന ആളുകൾ രംഗത്ത് വന്നു. നീതിയും ധർമ്മവും പരലോകബോധവും അല്ലാഹുവിനെപ്പേടിയും നഷ്ടപ്പെട്ടു പോയി. അമ്പിയാക്കന്മാർ ദഅവത്ത് നടത്തിയവരാ, ദീന് പഠിപ്പിച്ചവരാ. അവിടേക്ക് അവരെ കുറിച്ച് സിദ്ദീഖ, സത്യസന്ധന്മാരായിരുന്നു എന്ന് കാണാം. കളവ് പറഞ്ഞുകൊണ്ട് ആരും ദഅവത്ത് നടത്തിയിട്ടില്ല. ഒരാളുകളെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറയേണ്ട ആവശ്യവുമില്ല. ഒന്ന് രണ്ട് ആരോപണങ്ങൾ, ഇപ്പൊ അടുത്ത് വന്ന ആരോപണം കേട്ടോളി. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കാമെന്ന് ആരാണ് പറഞ്ഞത്? ഇങ്ങോട്ട് ചോദിക്കാൻ നമ്മളോട്. അപ്പൊ ചോദിക്കാൻ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ആരാ പറഞ്ഞത് ഇങ്ങോട്ട് ചോദിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, ആരും പറഞ്ഞിട്ടില്ല അങ്ങ് ചോദിക്കാന്ന്. അപ്പൊ ഇത് ആരോപണം ഒന്ന്, ഒറ്റ പുസ്തകത്തിലാട്ടോ. അടുത്തത്, ഇതുകൊണ്ടും യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന വചനം ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് അംഗീകരിച്ചവർ തന്നെയാണ് ഇതുകൊണ്ട് അമൽ ചെയ്യുന്നത്. ആരാ അമൽ ചെയ്തത്? മരിക്കൂലേ? എന്ത് യാതൊരു നോണേ സുഹൃത്തുക്കളേത്? വലിയ ആള് പറഞ്ഞ നോണയാകാതിരിക്കുമല്ലോ, വലിയ നോണയല്ലുള്ളൂ. ഇത് ലൈഫ എന്ന് പറയുന്നവർ തന്നെയാണ് ഇതുകൊണ്ട് അമൽ ചെയ്യുന്നത്. ഇവിടെ എത്തിയ ആരോപണത്തിന്റെ കടുപ്പം നോക്കി നിങ്ങൾ. അടുത്തും കേട്ടോളൂ. ഇതുകൊണ്ടും തീർന്നില്ല. വിശദീകരണം കാട് കയറുമ്പോൾ മുമ്പ് പറഞ്ഞതൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ വസീലത്തി ശിർക്കുമല്ല, ഹറാമുമല്ല, പിന്നെയോ ജായിസാണ് അഥവാ അനുവദനീയമാണ് എന്നിടത്തേക്ക് എത്തി നിൽക്കുന്നു. ആരാ പറഞ്ഞത്? ഇല്ല. അപ്പൊ ഈ ജാതി ആരോപണങ്ങളും കളവുകളും എന്തിനാ പറഞ്ഞതെന്ന് നിങ്ങൾക്ക്? യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ഹദീസ് നിഷേധം അത് മറച്ചു വെക്കണം. പിന്നെയോ സംഘടനയുടെ നേതാക്കന്മാര് ഈ സംഘടനയ്ക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അതിൽ നിന്നും മാറിയും പലതിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബിസിനസ്സുകളും ഷെയർ മാർക്കറ്റുകളും ബിൽഡിംഗ് നിർമ്മാണങ്ങളും. അപ്പോ കുറച്ചൊക്കെ ആദർശത്തെ മാറ്റിവെക്കേണ്ടി വരും, കുറച്ചൊക്കെ മാറ്റിവെക്കേണ്ടി വരും. അതിനോ ഇന്ന് 10 കൊല്ലം കൊണ്ട് പഠിച്ചു വളർന്ന ആദർശം മനസ്സിലാക്കിയ, മനഹജ് മനസ്സിലാക്കിയ, അത് പഠിപ്പിച്ച പ്രബോധകന്മാരെയും കുട്ടികളും കിട്ടൂല. അപ്പൊ അവരൊക്കെ പുറത്ത്. ഞങ്ങളുടെ വളർച്ചയ്ക്ക്, ഞങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാകുന്ന ആരെല്ലാം ഉണ്ടോ, അത് ആരായാലും ശരി, എത്ര ഏറുകൊണ്ട് തൗഹീദ് പ്രസംഗിച്ചവനാണെങ്കിലും, കേരളം മുഴുവൻ ജനങ്ങൾ തൗഹീദ് മനസ്സിലാക്കുവാൻ കാരണക്കാരനായാലും ശരി, അവനൊക്കെ പുറത്ത്. ഞങ്ങൾക്ക് വലുതാകണം, ഞങ്ങൾ സീറ്റ് ഉറപ്പിക്കണം. ഇവിടെ ബുദ്ധിക്കെതിരായ പല കാര്യങ്ങളും പറയുന്നുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾക്ക് മടവൂരികളുമായി യോജിച്ച് ആ ഹദീസ് വിഷയത്തിന് അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ള താല്പര്യമുള്ള പല നേതാക്കന്മാരും ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാം, സമയം വൈകും. കഴിഞ്ഞ മാസം സത്യധാരയിൽ ബഹുമാന്യനായ ടി.പി. അബ്ദുൽ ഖാമദിന് അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയാണ്, 5-6 കൊല്ലമായിട്ട് ഇതിൽ ശിർക്കുണ്ട് എനിക്ക് പണ്ടേ അറിയായിരുന്നു എന്നാ. ഇയാള് നേതാവാ? 5-6 കൊല്ലമായിട്ട് അത് ശിർക്കുണ്ട് എനിക്ക് പണ്ടേ അറിയായിരുന്നു, ഞാൻ പറയായാണ് എന്ന് അഭിമുഖം കൊടുക്കുമ്പോ അങ്ങനത്തെ ഒരാൾ നമുക്ക് നേതാക്കാക്കാൻ പറ്റുമോ? ശിർക്കുണ്ടെങ്കിൽ അപ്പൊ പിടിക്കണ്ടേ, അപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ? ഈ അനസ് മുസ്ലിയാരും മനീഫ് കായക്കൊടി ഇവരൊക്കെ പറഞ്ഞറിഞ്ഞത് ശിർക്ക് അതൊക്കെ പണ്ടേ അറിയാമായിരുന്നു എന്നാ. നമ്മുടെ ബഹുമാനനായ ഇ.കെ.എം. പന്നൂർ സാഹിബിന്റെ മകൻ ബരീർ അസ്ലം ഫോൺ വിളിച്ച് ചോദിച്ചു, അല്ല ടി.പി, ആരാ അവിടെ ജിന്നിനെ വിളിക്കണത്?
ആരാ അങ്ങനെ പറഞ്ഞോര്? നമ്മൾ ഇങ്ങനെ കളവ് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ടി പി പറഞ്ഞു, അത് ഈ ഒരു 10-20 കൊല്ലം കഴിഞ്ഞ ഓല് അങ്ങനെ വിളിക്കാൻ തുടങ്ങുന്നു. എന്നാ ഒരു പണി, നമ്മളെല്ലാവരും പെണ്ണുങ്ങളാണ് തലാക്കിയല്ല, ഓൾ 5 കൊല്ലം കഴിഞ്ഞ വ്യഭിചരിക്കും. ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് നമ്മൾ നേതാക്കന്മാരെത്താൻ പാടില്ല. എന്നിട്ട് ആദർശത്തോടോ പ്രമാണത്തോടോ ഒന്നും ബന്ധം സ്നേഹം കൂറൊന്നുമില്ല. ഓല് മീഡിയ വണ്ണും യോഗ ഉദ്ഘാടനം ചെയ്യാനും ആശുപത്രി സിനിമക്കാർക്ക് ഷൂട്ടിങ്ങൾ കൊടുക്കാനും ഇതൊക്കെ നമ്മുടെ സംഘടന നടക്കുന്ന പണികൾ, ഇതൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഹദീസ് നിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, യുക്തിവാദങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പിഴച്ച മുൻകാലത്തുള്ള ആളുകളുടെ വിശ്വാസങ്ങൾ കടന്നു വരുന്നുണ്ട്, ഹദീസുകളുള്ള യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ആ നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ കൊണ്ടുവന്നൊരു ആരോപണം മാത്രമാണ് ശിർക്ക് ആരോപണം. അള്ളാഹു അല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്നും അന്നും ഇന്നും എന്നും പറയാനുള്ള ആശയം ഇതാണ്. അള്ളാഹു തആല അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ ആരാധിക്കാവൂ. നമ്മുടെ ജീവിതം പ്രവാചക ശരീരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം. സുന്നത്തുകൾ പഠിക്കുക, സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക, കഴിവിന്റെ പരമാവധി പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിതം മുഴുവനും ഒരു നല്ല യഥാർത്ഥ സുന്നിയായി, സമസ്തയല്ല സുന്നി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ട്, ഓലൊക്കെ സുന്നി നമ്മളാ, നമ്മൾ സുന്നികളാകണം, അത് സമസ്തയാണ്. സുന്നി എന്ന് പറഞ്ഞ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവന്ന. അങ്ങനെ നമ്മൾ ആകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അധ്വാനങ്ങളും പഠനവും നമ്മൾ നിർവഹിക്കുക. നമ്മൾ മനസ്സിലാക്കുന്ന സത്യം ജനങ്ങൾക്ക് സധൈര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവിടെ തെളിവുകളില്ലാതെ ഒരാളെക്കുറിച്ച് നമ്മൾ ഒന്നും ഇല്ലാത്ത പറയാനും പാടില്ല. നാവൻ നമ്മൾ നല്ലപോലെ സൂക്ഷിക്കണം. പരലോകം ഒരു സത്യമാണ്, പ്രസംഗിക്കാനും എഴുതാനും മാത്രമുള്ളതല്ല പരലോകം എന്ന ബോധത്തോടു കൂടി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി